ഈ ഒരു ബാർകോഡ് ലേബൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില സ്വീറ്റ് ഷോപ്പുകളിലൊക്കെ കൊണ്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് അല്ല, സാധാരണഗതിയിൽ 500 ഗ്രാം 250 ഗ്രാം 1 കിലോ എന്നൊക്കെ ഉള്ള പാക്കറ്റുകൾ നമ്മളിതുപോലെ ചെയ്യാറുണ്ട്. അതല്ല, നമുക്ക് ചിലപ്പം 172 ഗ്രാം ആയിരിക്കും, ചിലപ്പം 443 ഗ്രാം ആയിരിക്കും, വട്ടവർ. എന്താണെങ്കിലും നമുക്ക് 1 രൂപ പോലും നഷ്ടമില്ലാണ്ട് നമുക്ക് ബാർകോഡ് ലേബൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒട്ടിക്കാം. കസ്റ്റമർ വരുമ്പോൾ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാം. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ അതും ശ്രദ്ധിച്ചോണം, അതിൻ്റെ ബില്ല് വരുന്നത് വേറൊരു രീതിയിലായിരിക്കും. ആ സ്പെസിഫിക് ആയിട്ടുള്ള വെയിറ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള ബില്ല് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാർകോഡ് വരുന്ന വെയിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു സാധാരണ വെയിങ് മെഷീനാണ്. ഇതിനകത്ത് ബാർകോഡുകളൊന്നും വരത്തില്ല. ഇതിനകത്ത് ഒരേ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ USB കേബിൾ വെച്ചിട്ട് ഈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തതിന് മുകളിൽ വെച്ചു, 365 ഗ്രാം എന്ന് ഇവിടെ കാണിച്ചു, ശരിയല്ലേ? 365 ഗ്രാം നമ്മുടെ ഈ റീറ്റെയിൽ ഡാഡി എന്ന് പറഞ്ഞ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തും വരും. ഇവിടെ റൂബിക് സെയിൽസ് പാനലിൽ ചെല്ലുക, നമ്മളിവിടെ റീപാക്കിംഗ് ബാർകോഡ് എന്നുള്ള സംഭവം ഒന്ന് എനേബിൾ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ 365 ഗ്രാം വെയിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ടൊമാറ്റോ കണ്ടില്ലേ, ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലേബലും വരും. നോക്കിയേ, ലേബൽ എങ്ങനെ വന്നേ? 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽ പ്രൈസ് ഇത്രയാണ്. ഈ സെയിൽ പ്രൈസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 365 ഗ്രാം ഉള്ളതനുസരിച്ച് 36 രൂപ 50 പൈസ സെയിൽ പ്രൈസ് വന്നു. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ വന്നു, കണ്ടില്ലേ? ഇതിൻ്റെ എക്സ്പയറി ചെയ്യുന്ന ടൈം ഇവിടെ വന്നു. ഇനി നമുക്ക് ഈ എക്സ്പയറി ഡേറ്റ് ഒന്ന് മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിലോ, ഞാൻ ബൈ ഡിഫാൾട്ടായിട്ട് നമുക്ക് വരുന്ന 1 ദിവസത്തെ എക്സ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന 5 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഡേറ്റ് കണ്ടോ, ഇവിടെ നമ്മളൊരു 5 എന്നിട്ടു, 5 ഇത് കണ്ടില്ലേ, ഇവിടെ 5 എന്നിട്ടു. അതിനുശേഷം വീണ്ടും ഞാൻ ടൊമാറ്റോയിൽ ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഡേറ്റ് ഉണ്ടോ, മാറിയൊന്നുണ്ടോ? 14-ാം തീയതി വന്നു. ഇന്ന് ശരിക്കും നമുക്ക് 9-ാം തീയതിയാണ് നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. 9-ാം തീയതിയാണ്. അപ്പോൾ 14-ാം തീയതി പറഞ്ഞ് വന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് എടുക്കാം. നേരെ നമ്മളിത് പ്രിൻ്റ് എടുക്കുന്നു, പ്രിൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രിൻ്ററിൽ നമുക്ക് ബാർകോഡ് ലേബൽ പ്രിൻ്ററിൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാം. കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് ഞാനത് പൊളിച്ച് കാണിച്ചു തരാം. അപ്പം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമുക്കിവിടെ എക്സ്പയറി ഡേറ്റ് ഇവിടെ വന്നു, ഇതിൻ്റെ ഒറിജിനൽ MRP പ്രൈസ് ഇവിടെ വന്നു, വെയിറ്റ് ഇവിടെ വന്നു, വെയിറ്റിനനുസരിച്ചുള്ള പ്രൈസ് ഇവിടെ വന്നു, ഇവിടെ എക്സ്പയറി ടൈമും വന്നു. വളരെ കൃത്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബാർകോഡ് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഓൾറെഡി നമ്മൾ ഡെമോ പർപ്പസിന് വേണ്ടി അപ്പുറത്തോടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഒട്ടിച്ചു, കണ്ടില്ലേ? കിട്ടിയോ? ഇവിടെ ഒന്ന് ഒട്ടിച്ചു, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൂടി ഒരെണ്ണം ഒട്ടിച്ചേക്കാം. ഇതിൽ ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ള പൊളിച്ച് കളഞ്ഞേക്കാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ക്യാബേജാണ്. ക്യാബേജോട് എടുത്ത് വെച്ചു, 725 ഗ്രാം. നമ്മൾ ഈ സെയിം നമുക്ക് റീറ്റെയിൽ ആടി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ആ വെയിറ്റ് ഇവിടെ കിട്ടും. 725 ഗ്രാം നമ്മുടെ ഡയറക്റ്റ്ലി വന്നു കഴിഞ്ഞു. ക്യാബേജിൻ്റെ പഴമുണ്ട് ഇവിടെ, ആ ക്യാബേജിലൊന്നും ഇടുക, കണ്ടില്ലേ? അപ്പോൾ ക്യാബേജിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു ഇവിടെ. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ വെയിറ്റ് 725 ഗ്രാമാണ്. ആ വെയിറ്റിനനുസരിച്ചുള്ള പ്രൈസും വന്നു. നമുക്ക് പിന്നെ അങ്ങ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ബാർകോഡ് പ്രിൻ്റർ സെറ്റ് ചെയ്തു, കണ്ടില്ലേ? ഞാനത് പൊളിച്ച് കാണിച്ചു തരാം, കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടില്ലേ, കണ്ടില്ലേ? വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ MRP ഇവിടെ കിട്ടി, KG ഇവിടെ വന്നു, അതിൻ്റെ സെയിൽ പ്രൈസ് ഇവിടെ വന്നു, എക്സ്പയറി ഡേറ്റ് വന്നു, എല്ലാം വന്നു. നമ്മുടെ ക്യാബേജിലേക്ക് പൊട്ടിക്കാം, കണ്ടില്ലേ? ഇനി ഇത് 2 പ്രോഡക്റ്റ് നമുക്കൊന്ന് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ മുമ്പേ ചെറുന്ന ടിക്ക് ഉണ്ട്, റീപാക്കിംഗ് ബാർകോഡ് എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഒഴിവാക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പ്രോഡക്റ്റ് എടുത്തൊന്ന് സ്കാൻ ചെയ്യാം. കണ്ടില്ലേ, ഇതൊന്ന് സ്കാൻ ചെയ്തു, ഇതായിരുന്നു സ്കാൻ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വന്നു. നമ്മളൊന്ന് ക്വിക്ക് പേ ബട്ടണിൽ പോയി ഒന്ന് ഇതിൻ്റെ ബാർകോഡ് ഒന്ന് നോക്കാം. ബില്ല് വന്നു. ബില്ല് വന്നപ്പോൾ ശ്രദ്ധിച്ചോണം, കണ്ടില്ലേ? ഇതിന് 725 ഗ്രാം. ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, കണ്ടോ? അതനുസരിച്ചുള്ള ബില്ല് വന്നു. രണ്ടാമത്തെ ടൊമാറ്റോ, അത് 100 രൂപയാണ് അതിൻ്റെ പ്രൈസ് പെർ KGയുടെ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൈസ് വന്നു, ടോട്ടൽ എമൗണ്ടും വന്നു. വളരെ കൃത്യമാണ്. പിന്നെ ഇത് ബില്ലടിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇൻവോയ്സ് പ്രിൻ്റായി. ഇൻവോയ്സിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ട കൂട്ട് തന്നെ 725 ഗ്രാം, അതിൻ്റെ പെർ KGയുടെ പ്രൈസ്, അതിൻ്റെ അനുസരിച്ചുള്ള വില സെയിം, അതുപോലെ തന്നെ വന്ന് KGs, ടോട്ടൽ എമൗണ്ട്. വളരെ നല്ലൊരു ബിൽ ഫോർമാറ്റാണ്.
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റീപാക്കിംഗ് ബാർകോഡുകൾ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് റീറ്റെയിൽ ഡാഡി. അതിന് നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെയിങ് മെഷീൻസോ അല്ലെങ്കിൽ ബാർകോഡ് വരുന്ന വെയിങ് മെഷീൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലൊരു സാധാരണ വെയിങ് മെഷീനിൽ ഇത് നമുക്ക് ലീഗൽ മെട്രോളജി അപ്രൂവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ തന്നെ വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ റീപാക്കിങ് ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ട് അപ്പം തന്നെ ബില്ലടിക്കാം. ആ ഒരു ഓപ്ഷനും റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നമ്മുടെ റൂബിക് സെയിൽസ് പാനൽ എടുക്കുക. ഇപ്പോൾ നമ്മൾ റീപാക്കിംഗ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? റീപാക്കിംഗ് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാർകോഡാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം പൊളിച്ചോളാം, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ടൊമാറ്റോ എടുത്ത് ഇതിൻ്റെ മുളത്ത് വെച്ചു. ഇത്ര വെക്കണം, നമുക്ക് ഇത്ര മതി. 245 ഗ്രാം വന്നില്ലേ? ആ 245 ഗ്രാം ഇവിടെ വെയിങ് മെഷീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 245 ഗ്രാം, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ ടൊമാറ്റോ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ 245 അനുസരിച്ചുള്ള സംഭവം അവിടെ വന്നു. ഇനി അടുത്തത് ഇതെടുത്ത് മാറ്റുക. ക്യാബേജ് എടുത്ത് വെച്ചു, 725 ഗ്രാമാണ്. അപ്പോൾ ഈ ക്യാബേജിലൊന്ന് ഡയറക്റ്റ് ടച്ച് ചെയ്യുക. കണ്ടില്ലേ? ക്യാബേജിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് വന്നു. അതിനുശേഷം ഞാൻ ബില്ലടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? നോക്കിയേ, ഇത് 245 ഗ്രാം, അതിന് 100 രൂപയാണ് പെർ കെ ജിയുടെ പ്രൈസ്. ഇത് 725 ഗ്രാം, 90 രൂപയാണ് പെർ കെ ജിയുടെ പ്രൈസ്. ടോട്ടൽ പ്രൈസ് കൂടെ വന്നു. ഇത് നമുക്ക് ബില്ലടിക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബില്ലും പ്രിൻ്റായി. ഇങ്ങനെ നമുക്ക് ലൈവായിട്ടും വെജിറ്റബിൾസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസ് മാത്രമല്ല, നമുക്ക് ലൂസ് പ്രൊഡക്ട്സുകളും ഇതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത്യാധുനികമായിട്ടുള്ള AI സാങ്കേതിക വിദ്യകളെല്ലാം റീറ്റെയിൽ ഡാഡിക്കകത്തുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് റീഡ് ചെയ്ത് പർച്ചേസ് സെൻറ്റർ ഓട്ടോമാറ്റിക് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളെല്ലാം റീറ്റെയിൽ ഡാഡിക്കകത്തുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമർ കെയർ ടീമുണ്ട്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ ട്രെയിനിങ്, പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ, അതായത് ഫുൾ പാക്കേജ് കോംബോ സെറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹാർഡ്വെയറുകളും ഇവിടെ കോംബോ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു കോംബോ പാക്കിലാണ് ഇവിടെ. ഇതിനകത്ത് എല്ലാ ബാർകോഡ് പ്രിൻ്റർ, ബിൽ പ്രിൻ്ററുകളെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഫുൾ സെറ്റാണിത്, കണ്ടില്ലേ? അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആക്സസറീസും മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്ന് പറയുന്ന ബാർകോഡ് ലേബൽ പ്രിൻ്റേഴ്സാണ് ഇതെല്ലാം, കണ്ടില്ലേ? പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ടീമെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.